ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കാണുന്ന പിക്ചറാണ് വരയ്ക്കുന്നത്. വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ്. ബിഗിനേഴ്സിന് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പിക്ചറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം. വേലി എന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെ തന്നെയല്ലേ പറയുക. ഞങ്ങളൊക്കെ ഇവിടെ അങ്ങനെയാണ് പറയാം കേട്ടോ. അപ്പം അതിങ്ങനെ പുറകോട്ട് പോകുന്തോറും അതിൻ്റെ വലിപ്പം കുറച്ച് കുറച്ച് കൊണ്ടുവരണം, ദൂരോട്ട് കാണുന്ന രീതിയിൽ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും വരച്ചു കൊടുക്കാം. ഒരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കണം. വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഒരു മരം വരച്ചു കൊടുക്കാം. 2 മരം ഞാൻ വരയ്ക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണം കുറച്ച് മുന്നിലായിട്ടും അതിൻ്റെ കുറച്ച് പുറകിലായിട്ട് നിൽക്കുന്ന രീതിയിലാണ് രണ്ടാമത്തേതും വരച്ചിരിക്കുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു മരം. അതിനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വരയ്ക്കാം. ഇന്ന ഷേപ്പ് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു മരം അത്ര തന്നെ. ഇനി ഒരു വീട് വരച്ചു കൊടുക്കാം. വീടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. നമ്മൾ സാധാരണ വീടൊക്കെ വരയ്ക്കത്തില്ല, അതേപോലെ തന്നെ. പിന്നെ അതിന് കുറച്ച് ജനലുകളും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് വീട് മൊത്തത്തിൽ വരയ്ക്കുന്നില്ല, ഒരു പകുതി മാത്രം വരച്ച് നിർത്തുകയാണേ. അതിനുശേഷം ഞാനൊരു നീഡബിൾ എറേസർ എടുത്തിട്ട് ഒന്ന് മായ്ച്ചു കൊടുക്കുന്നുണ്ട്, ഡാർക്കായിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. ഇനി ബ്രൗൺ കളർ എടുത്തിട്ട് ലൈറ്റായിട്ട് അടിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഡാർക്ക് വേണ്ടെടുത്ത് ഡാർക്കാക്കിയും കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് എടുത്തിട്ട് ഒന്ന് ഡിഫൈൻ ചെയ്ത് വരച്ചു കൊടുക്കുകയാണേ. അത് വേണ്ടെടുത്ത് മാത്രം. അതുപോലെ ജനലുകളിലും നമ്മൾ ബ്ലാക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. മേൽക്കൂരയുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ ബ്ലാക്ക് കളർ വെച്ച് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഫൈനായിട്ടുള്ളൊരു ബ്രഷ് എടുക്കുന്നതായിരിക്കും നല്ലത് ഈ ഭാഗത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ജനലിനും ഞാനിതുപോലെ ബ്ലാക്ക് അടിക്കുന്നുണ്ട്. ഇത് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പിക്ചറാണേ. അത്ര വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവർക്കും ജസ്റ്റ് ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ പറ്റുന്നതേ ഉള്ളൂ. ഇത് ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയൊന്നും വരയ്ക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിന് ചില ചരിവൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ സമയമെടുത്ത് പതുക്കെ വരച്ചാൽ മതി. പതുക്കെ ചെയ്യുമ്പോഴാണ് അതിന് കുറച്ചുകൂടെ റിസൾട്ട് കൂടുതൽ നല്ല രീതിയിൽ കിട്ടുക. അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം നമ്മൾ ബ്രൗൺ കളർ എടുത്ത ജനലിൻ്റെ ചുറ്റും ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീടിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഡാർക്ക് ആക്കേണ്ടിടത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഡാർക്കാക്കി കൊടുക്കുക. അതുപോലെ ലൈറ്റാക്കി വിടേണ്ടിടത്തൊക്കെ ലൈറ്റാക്കി തന്നെ വിടുക, അവിടെ നമ്മളൊന്നും ചെയ്യണ്ട. അപ്പോൾ ഇത്രയും വരച്ച ശേഷം പിന്നെ ഓടാണ് ഇനി വരയ്ക്കുന്നത്. അന്നേരം അത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഫൈനായിട്ട് വരയ്ക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ അതായത് വാട്ടർ കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ മിക്സ് ചെയ്ത് എടുക്കുമ്പം ശ്രദ്ധിക്കണം. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അതവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സാധനം കിട്ടത്തില്ല. വാട്ടർ കളർ ചെയ്യുമ്പോൾ എപ്പോഴും പറ്റുന്നൊരു പ്രശ്നമാണ് ഈ വെള്ളം കൂടിപ്പോവുക എന്നുള്ളത്. അതപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഇത് വരയ്ക്കുന്നത് കുളമാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണേ. ഇനി മരമാണ്. മരത്തിനും അതേ ബ്രൗൺ തന്നെ കൊടുക്കുന്നത്. അത് നമുക്ക് കുറച്ചുകൂടെ ഡാർക്കാക്കി കൊടുക്കാം. 2 സൈഡിലും മരത്തിന് അങ്ങനെ ചെയ്യാം. ഒന്ന് പുറകിൽ നിൽക്കുന്ന മരമാണ്, അപ്പോൾ അതിനനുസരിച്ച് മുമ്പിൽ നിൽക്കുന്ന മരത്തിൻ്റെ കുറച്ച് പുറകിലായിട്ട് പുറകിൽ നിൽക്കുന്നത് വരയ്ക്കാം. ഇത്രയും വരച്ച ശേഷം ഞാൻ ബ്ലാക്ക് കളർ എടുത്ത് വീണ്ടും ഒന്നും കൂടെ അതിൻ്റെ പുറത്തൂടെ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. ഒരു സൈഡിൽ മാത്രം, ഫുള്ളായിട്ട് ബ്ലാക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരച്ച് നിർത്തുക. അപ്പോൾ കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടൊക്കെ തോന്നും. അപ്പം അതത്രയും വരച്ച ശേഷം നമ്മൾ ഇനി ചെയ്യുന്നത് ആ വേലിയില്ലേ, വേലിക്കും ഇതേ ബ്രൗൺ തന്നെ നമ്മൾ കൊടുക്കുകയാണ്. ഞാൻ ചെയ്യുന്ന പോലെ നോക്കി ചെയ്യണേ. അതായത് ആദ്യം ഇങ്ങനെ ബ്രൗൺ കൊടുത്ത ശേഷം ഞാൻ പിന്നീട് ബ്ലാക്ക് വെച്ചും വരയ്ക്കുന്നുണ്ട്. അത് ബ്ലാക്ക് വരയ്ക്കേണ്ടത് ഫുള്ളായിട്ട് അങ്ങ് ബ്ലാക്ക് കൊടുക്കരുത്. ആദ്യം ഇതുപോലെ ബ്രൗൺ കൊടുക്കുക. അതിന് ശേഷം ഇത് വരയ്ക്കുമ്പോൾ ദൂരോട്ട് പോകുന്നതിനനുസരിച്ച് ചെറുതാക്കി പോയാൽ മതി. അവിടെ വലുതായിട്ട് തെളിയണമെന്നൊന്നുമില്ല, ദൂരോട്ട് നിൽക്കുന്നതായതുകൊണ്ട് പ്രശ്നമില്ല. ഇനി ബ്ലാക്ക് കൊടുക്കുമ്പം നമ്മളിത് ഫുള്ളാക്കി ബ്ലാക്ക് കൊടുക്കരുത്. അതിനൊരു ശരിക്കൊരു വേലിയുടെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്യാം. ഡാർക്ക് ആക്കേണ്ടിടത്ത് മാത്രം ഡാർക്കാക്കിയാൽ മതി. കണ്ടില്ലേ, ഇതുപോലെ നമ്മളത് മൊത്തം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഡാർക്ക് ആക്കേണ്ടിടത്ത് മാത്രം ഡാർക്കാക്കി ചെയ്യാം. ദൂരോട്ട് പോകുന്തോറും ജസ്റ്റ് ഒന്ന് വരച്ച് അങ്ങ് പോയാൽ മതി. അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, വലുതായിട്ടൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഒന്ന് വരച്ചങ്ങ് പോവാം.
ഇനി ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ റൈറ്റ് സൈഡിലെ വേലിയും ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലും ചെയ്യുകയാണ്. ഇപ്പോൾ ചെയ്ത പോലെ ബ്രൗൺ എടുത്ത് ആദ്യം വരച്ച ശേഷം പിന്നീട് ബ്ലാക്ക് അതും മൊത്തത്തിൽ കൊടുക്കാതെ തോന്നത്തക്ക രീതിയിൽ ഞാൻ ഈ വരയ്ക്കുന്ന പോലെ കൊടുക്കണം. കണ്ടില്ലേ, മറ്റേതുപോലെ തന്നെ ഇനി ബ്ലാക്ക് കൊടുക്കുകയാണ്. അതും മുമ്പ് പറഞ്ഞ പോലെ ഫുള്ളായിട്ട് ബ്ലാക്ക് എടുത്ത് അടിച്ച് കൊടുക്കരുത്. ചില ഭാഗങ്ങൾ മാത്രം അത് ഒരു വേലിയായിട്ട് നമുക്ക് തോന്നണം. മറ്റേ തടി വെച്ച് കെട്ടുന്ന ടൈപ്പ് വേലിയാണത്. അങ്ങനെ തോന്നാൻ വേണ്ടി മാത്രം ജസ്റ്റ് അതിൻ്റെ അടിവശത്തോ മേളിൽ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ഡാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഔട്ട്ലൈൻ ഇട്ട സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയെല്ലാം നമ്മൾ വാട്ടർ കളർ വെച്ച് നമ്മുടെ ഒരു ഇതിനങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പച്ച എടുത്ത് ഞാൻ മുകൾ ഭാഗത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്ന പച്ച കളർ ഏതാണെന്ന് നിങ്ങൾ നോക്കണം. ഇപ്പം കൊടുക്കുന്നത് ലൈറ്റ് പച്ചയാണ്. ലൈറ്റ് പച്ചയ്ക്കകത്ത് പിന്നെ ഡാർക്ക്, അതായത് പച്ചയും നമ്മുടെ ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തൊരു പച്ച അതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കുന്നത് ഇലയായിട്ട് തോന്നുന്ന രീതിയിൽ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്ടർ കളർ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള അത് വെച്ച് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇടയ്ക്ക് കുറച്ച് ഭാഗം ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അതെനിക്ക് എപ്പോഴും പറ്റുന്നതാണ്. ഞാൻ ഓണാക്കാൻ മറന്നു പോകും വീഡിയോ. അപ്പം നേരത്തെ ചെയ്ത അതേ പ്രോസസ്സിൽ തന്നെ നമ്മൾ ഇപ്പുറത്തെ മരവും ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ മേൽ കുറച്ച് ഭാഗം നമ്മൾ ഡാർക്കാക്കി ഡാർക്ക് ഗ്രീൻ അടിച്ച് കൊടുത്തിട്ടുമുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇനി നമ്മൾ നേരത്തെ വീടിൻ്റെ ഫ്രണ്ട് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്തെല്ലാം ഇതേപോലെ ചെടികൾ നിൽക്കുന്ന രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കാം. ആദ്യം ഇതിൻ്റെ എല്ലാം ബേസായിട്ട് നമ്മൾ ആദ്യം ഒരു ലൈറ്റ് പച്ചയാണ് കേട്ടോ കൊടുത്തത്. അതിന് ശേഷം അതിൻ്റെ പുറത്താണ് ബാക്കിയെല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് ഡാർക്ക് ആക്കേണ്ടടുത്തൊക്കെ ആ മരങ്ങളൊക്കെ വരയ്ക്കുന്ന അവിടെ ബ്ലാക്ക് കളർ വെച്ചൊന്ന് വരയ്ക്കുന്നുണ്ട്. കുറച്ചുകൂടെയൊക്കെ പച്ചിപ്പ് ഇല അങ്ങനത്തെ ഉള്ള രീതിയിൽ ജസ്റ്റ് ബ്രഷ് വെച്ച് ഇങ്ങനെ ഒന്ന് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ കാണുന്ന ഞാൻ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് ബ്ലാക്കും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്, കുറച്ചുകൂടെ ഡാർക്ക് ആക്കാൻ വേണ്ടി. അപ്പോൾ ആ പോർഷൻസിലൊക്കെ ഡാർക്കാക്കി കൊടുക്കുക. ഇനി വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ചെടികളുടെ മുകളിൽ കുറച്ച് മഞ്ഞ കളർ വെച്ച് ഞാനൊന്ന് ഡോട്ട് വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെടികൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ടാണ് അവിടെ കുറച്ച് മഞ്ഞയാക്കി കൊടുക്കുന്നത്, നമ്മുടെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്ന പോലെ. അതുപോലെ ലെഫ്റ്റ് സൈഡിലും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ബാക്കി മുറ്റത്ത് മരമൊക്കെ നിൽക്കുന്ന ബാക്കി ഭാഗങ്ങളാണ് ചെയ്യുന്നത്. അവിടെ മുഴുവനും ആദ്യം ഒരു ലൈറ്റായിട്ട് ഒരു യെല്ലോ കളർ അടിച്ചു കൊടുക്കണം മൊത്തത്തിൽ. അതായത് വഴി ഒഴിച്ചിട്ടിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് ആ യെല്ലോ വെച്ച് ചെയ്യാം. അതിന് ശേഷം വേണം അതിൻ്റെ പുറത്താണ് നമ്മൾ ബാക്കി ഗ്രീൻ വെച്ച് പുല്ലും കാര്യങ്ങളൊക്കെ വരയ്ക്കാം. അപ്പം നമ്മൾ എവിടെയൊക്കെ പുല്ല് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന അവിടെ എല്ലാം ഈ മഞ്ഞ വെച്ചൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് ശേഷമാണ് നമ്മളിനി ഗ്രീൻ എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതേപോലെ ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് ആ മരം നിൽക്കുന്നതിൻ്റെ അടിയിലും കുറച്ച് ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിട്ടുപോയി. അത് ഇതുപോലെ എപ്പോഴേലും ഓഫ് ചെയ്തിട്ട് നമ്മൾ പെയിൻ്റ് ഒന്ന് നോക്കിയൊക്കെ എടുക്കാൻ പോകുന്ന സമയത്തൊന്ന് ഓഫ് ചെയ്യുന്നതാണ്. പക്ഷേ അന്നേരം പിന്നീട് തിരിച്ചു വന്നിട്ട് ഓണാക്കാൻ മറന്നു പോകും. അപ്പോൾ അതാണ് നിങ്ങൾ ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ തന്നെ ഗ്രീൻ പല ടൈപ്പ് മിക്സ് ചെയ്ത് ഗ്രീൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഏതൊക്കെ ഗ്രീൻ അതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ ആ രീതിയിലങ്ങ് വരച്ചാൽ മതി, പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പുല്ല് വരയ്ക്കുമ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ വര പോലെ ഇടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറ്റുന്നിടത്തെല്ലാം അതേപോലെ ചെയ്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ടുള്ള ബ്രഷ് എടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്ക് ഈ പുല്ലൊക്കെ വരയ്ക്കാൻ അങ്ങനത്തെ ബ്രഷ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എവിടെയൊക്കെ നമുക്ക് പുല്ല് വേണോ അവിടെ എല്ലാം ഇതേപോലെ തന്നെ ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യാം. ആ വഴിയിൽ കുറച്ച് ഭാഗങ്ങളിൽ മൊത്തത്തിൽ വരയ്ക്കരുത്, കുറച്ച് ഭാഗങ്ങളിൽ മാത്രം അങ്ങനെ പുല്ല് നിൽക്കുന്നതായിട്ട് വരയ്ക്കാം. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ വഴിയിലാണ്. വഴിക്ക് നമ്മൾ ലൈറ്റായിട്ട് ബ്രൗൺ കളർ എടുത്ത് ലൈറ്റാക്കി നല്ല വെള്ളം കൂട്ടി കുറച്ച് വരച്ച ശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രം കുറച്ചൊന്ന് ഡാർക്കാക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് മാത്രം കുറച്ച് ഡാർക്കാക്കി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്താൽ മതി, മൊത്തത്തിൽ അടിക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അല്ലറ ചില്ലറ മിനുക്ക് പണികളൊക്കെ ചെയ്യുന്നുണ്ട്.
ജനലിൽ ഞാനൊരു പെൻ വെച്ച് ഒന്ന് നേരെയാക്കുന്നുണ്ട്. അതിന് ചെറിയൊരു ചരിവ് തോന്നിയായിരുന്നു. അതുകൊണ്ട് ചെയ്തതാണേ. നിങ്ങൾ ചെയ്യുമ്പം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കി ചെയ്യാം. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.